ഞാനിപ്പോൾ വണ്ടിപ്പണി തുടങ്ങിയിട്ട് ഇപ്പോൾ 27 വർഷത്തോളമായി. അന്ന് എൻ്റെ ചെറുപ്പത്തിൽ JCB പണിയാൻ പോകുമ്പോൾ പഠിത്തം വരെ നിർത്തി വെച്ചിട്ട് പോയിട്ടുണ്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ JCBയിൽ അല്ലാതെ വേറെ പരിപാടിക്ക് പോയിട്ടില്ല. ഇതിൻ്റെ അകത്ത് എക്സ്പീരിയൻസ് ആണ് കൂടുതൽ. നല്ല ഡ്രൈവർ ആണെങ്കിൽ അവനെ തേടിയെത്തും. പണ്ടിപ്പം നമ്മൾ കപ്പയോട് എടുക്കുന്ന കൈക്കായിരുന്നു നമ്മൾ എടുത്തോണ്ട്, അതും ഇതും വെച്ച് നോക്കുമ്പോൾ JCB ആണോ ലാഭം? ഒരാൾ ഒരു ദിവസം ചെയ്യുന്ന കൂടി 60 ഓർഡറിൽ കൂടുതലൊന്നും എടുക്കാല. മണിക്കൂറിൽ 140 ഓർഡർ വരെ എടുക്കും. 140 ഓർഡർ വരെ നമ്മൾ എടുക്കും. എന്നാന്ന് വെച്ചാൽ മണ്ണ് കൂടുതൽ ഇളകി കിട്ടുകയും ചെയ്യും. ഓർഡർ നല്ല കറക്റ്റായിട്ട് എടുത്തും പോകാം. എന്നും കാണുന്ന ആൾക്കാർ തന്നെ വേണം നാളെ നമ്മൾ ഈ വണ്ടി വിളിക്കാൻ. ഇപ്പം ശമ്പളത്തിന് പോയാൽ നമുക്കൊരു 3000 രൂപ ഡ്രൈവർ പണിക്ക് പോയാലും ഓടിക്കാൻ പറ്റും. കിട്ടും. സ്വന്തം വണ്ടി അല്ലേപ്പോലും കിട്ടും. സ്വന്തം ആകുമ്പോൾ 4 രൂപ 5 രൂപയ്ക്കൊക്കെ നമുക്ക് ദിവസം ഒരു 5000 രൂപ ഒപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം മണിക്കൂറിന് തന്നെ നമ്മൾ മേടിക്കുന്നത്. ഇപ്പം നമുക്കൊരു പുത്തൻ വണ്ടി എടുക്കാൻ എന്ത് ചിലവ് വരുന്നുണ്ട്? അപ്പം ഇപ്പം ഈ ടയറിന് ഇപ്പം നമുക്ക് നിലവിൽ എന്ത് വില ആവുന്നുണ്ട്? ചേട്ടാ, നമ്മൾ ഈ വണ്ടി 1 മണിക്കൂർ ഓടുന്നതിന് നമുക്ക് എത്ര രൂപ ഡീസൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചിലവാകുന്നുണ്ട്? JCB 4 വീലും 2 വീലും ഉണ്ടോ? ഉണ്ട്. ഇത് ഫ്രണ്ട് തുമ്പിക്കൈ അല്ലെങ്കിൽ ബാക്കി കൈ എന്നൊക്കെ പറയുന്നത്. ഇതിനെന്നാ ശരിക്കും ഇത് പറയുന്ന പേരൊക്കെ? ഈ കാലിൽ ഇതെന്താ ഇതിന്റെ ഉപയോഗം എന്നാ? ഭയങ്കര ചൂടല്ലേ ഇപ്പൊ? ഈ ചൂടത്തെ ചേട്ടൻ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്? അപ്പൊ ഇതിന്റെ വണ്ടിയുടെ എഞ്ചിന്റെ ചൂടും കാര്യങ്ങളും നമ്മുടെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടല്ലോ, ആ പിള്ളേരൊക്കെ ഈ JCB ഉണ്ടാവും ഞാൻ ഭയങ്കര ഇഷ്ടമാണ്. അവരിപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ കളിക്കാനൊക്കെ ആണെങ്കിൽ ഒത്തിരി JCB ഒക്കെ ഇട്ട് കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ഞാനും ഇതിന്റെ പുറകെ നടന്ന ഇത് പഠിക്കാൻ നമുക്ക് അന്ന് ഇത് ഓടിച്ചുകൊണ്ട് നടക്കുന്ന സ്വന്തമാവുന്നൊന്നും നമുക്കിത് അറിയത്തില്ല. JCB എന്ന് പറഞ്ഞാൽ ഒരു അഭ്യാസ പ്രകടനമായിട്ട് നടക്കും. അതൊരു ഹരമായിട്ട് കയറും. കമ്പം JCBയോട് പിള്ളേർക്ക് തന്നെ പ്രത്യേകിച്ചുണ്ട്. കാരണം ഈ അഭ്യാസമൊക്കെ ഈ JCB കൊണ്ട് എനിക്കും ചെയ്യാൻ പറ്റും എന്ന പിള്ളേരുടെ മനസ്സിൽ തോന്നുന്നതുകൊണ്ടാണ് ഇന്ന് പിള്ളേർക്ക് ഈ JCB കമ്പം കൂടി വരുന്നത്. എല്ലാവരും വെയിൽ കൊള്ളാനും തയ്യാറാവുന്നില്ല, അധ്വാനിക്കാനും തയ്യാറാവുന്നില്ല. അപ്പം ഈ വണ്ടിയെ തന്നെ അതിൽ ഹെൽപ്പറായിട്ട് വിളിച്ചിട്ട് ഒരുത്തരും വരാൻ തയ്യാറ്. പെട്ടെന്ന് പറയുന്ന വണ്ടിയാണ്. നമ്മൾ ഈ കൈ കുത്തി പൊക്കിയിട്ട് ബാലൻസ് പോയി കഴിഞ്ഞാൽ ഈ വണ്ടി പെട്ടെന്ന് മതി. ഈയിടെ എൻ്റെ വണ്ടിക്ക് വില വന്ന് പറഞ്ഞത് 23 രൂപ പറഞ്ഞിട്ടുണ്ട്. 23 രൂപ പറഞ്ഞിട്ടുണ്ട് അടി കാശ് പറഞ്ഞാൽ. ഞാൻ കൊടുക്കുന്നില്ല, ഇപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ പേര് ഉല്ലാസ്. ഞാൻ തെടനാടാണ് എൻ്റെ വീടിരിക്കുന്ന സ്ഥലം. JCB ഓപ്പറേറ്ററായിട്ട് ഇപ്പോൾ 25 വർഷമായി. ഇതിനോടുള്ള കമ്പം മൂത്ത് പഠിക്കാൻ പോയതാണ്. JCBയോടുള്ള ഹരമാണ് എന്നെ ഇപ്പോൾ ഇന്ന് വരെ എടുത്ത് സ്വന്തം വണ്ടി വരെയായി നിൽക്കാനുള്ള കാരണം. ഇതുകൊണ്ട് ഈ JCB കൊണ്ട് നമുക്ക് ഇന്ന് വരെ ഒരു പരാജയം ഉണ്ടായിട്ടില്ല, നേട്ടം ഉണ്ടായിട്ടുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ ഇത്ര വർഷമായി സ്വന്തമായിട്ടാണെങ്കിൽ പോലും ഞാൻ വേറൊരാളെ ഓടിക്കാൻ വിടുന്നില്ല. ഞാൻ സ്വന്തമായിട്ട് തന്നെ ഓടിക്കുക. വേറൊരാളെ കൂലിക്ക് വെക്കാനോ ഒന്നും നമ്മൾ ശ്രമിക്കാറില്ല. ചെറുപ്പം തൊട്ടേ ഇത് നമുക്കിതൊരു ഹരമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ JCB പണിയാൻ എവിടെയെല്ലാം പണിയുണ്ടോ അവിടെ എല്ലാം പോയി കാണുമായിരുന്നു. അപ്പോൾ ഇതിനോടൊരു ഹരമായിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഉപ്പാപ്പൻ്റെ അളിയൻ കൃഷ്ണലൂർ JCB എടുക്കുന്നത്. അന്നേരം എന്നോട് ചോദിച്ചു വരാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയും എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞ് പോയി പണി പഠിക്കുമായിരുന്നു. പണി പഠിച്ച് ഞാൻ അത് കഴിഞ്ഞ് കുറേ നാൾ നമ്മൾ ശമ്പളത്തിന് ഓടിച്ചു. അതെല്ലാം കഴിഞ്ഞ് വെച്ചാൽ ഞാൻ സ്വന്തമായിട്ട് വണ്ടി എടുത്തു. ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ഹിറ്റാച്ചി കൂടെ എടുത്തു. ഒരു ഹിറ്റാച്ചി കൂടെ നമ്മളെടുത്ത് 2 ഹിറ്റാച്ചി ഒരു JCB ആയി. ഇന്ന് ഞാനും ഈ വണ്ടി ഇന്നിപ്പോൾ സ്വന്തമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കുന്നു. ചെറുപ്പം തൊട്ടുള്ള ഒരു JCBയോടുള്ള കമ്പം ഇന്ന് വരെ മാറിയിട്ടില്ല. ഇത് മാറുമെന്ന് തോന്നുന്നില്ല.
ചേട്ടാ നമ്മളിതിപ്പം എത്ര ഏക്കർ സ്ഥലത്താണ് ഇതിപ്പം നട്ടേക്കുന്നത്? ഇതിപ്പോ ഒരു 2.5 ഏക്കർ സ്ഥലം. 2.5 ഏക്കർ സ്ഥലമുണ്ട്. ഇത് ആരുടെ നമ്മൾ ലീസിന് എടുത്തേക്കുന്നതാണോ? ഇതെന്നാ നമ്മളിപ്പോ JCB കൊണ്ട് ഇപ്പം കിളപ്പിക്കാനുള്ള കാരണം എന്നാ ഇതാ? നമ്മള് കൈക്ക് ഒരു ആളെ കൊണ്ട് കൂലിക്ക് നിർത്തി എടുപ്പിക്കുകയാണെങ്കിൽ മുതലാകുകയില്ല. അപ്പം അതും ഇപ്പോഴത്തെ കൂലി ചാർജസും ഒക്കെ വെച്ച് നോക്കുമ്പം ഞങ്ങളെ സംബന്ധിച്ചൊന്നും ഇതാ ഞങ്ങളുടെ ഒരു മെമ്പറുമാണ്. ഞങ്ങള് 18 പേരടങ്ങുന്ന ഒരു കൂട്ടായ്മയാണ്. സൂര്യ അക്ഷയശ്രീ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ. മൂന്നാമത്തെ സംരംഭമാണ്. മൂന്നാമത്തെ പ്രാവശ്യം അത് ഇവിടെ ഇടുന്ന. നമസ്കാരം. നമസ്കാരം. ചേട്ടൻ വണ്ടിപ്പണി തുടങ്ങിയിട്ട് എത്ര നാളായി ഇത്? ഞാനിപ്പോൾ വണ്ടിപ്പണി തുടങ്ങിയിട്ട് ഇപ്പോൾ 27 വർഷത്തോളമായി. അന്ന് തൊട്ട് ഇന്ന് വരെ JCB അല്ലാതെ വേറെ പരിപാടിക്ക് പോയിട്ടില്ല. JCB ആണ്. ഇതിപ്പോൾ എൻ്റെ സ്വന്തം പ്രസ്ഥാനമാണ്, കുഞ്ഞാറ്റ എർത്ത് മൂവീസ്. ഞാനിതിപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ 7 വർഷമായി. 7 വർഷം. നമ്മൾ ആദ്യ കാലത്തൊക്കെ ആരുടെ കൂട്ടത്തിലായിരുന്നു പണി? ആദ്യ കാലത്ത് എൻ്റെ ഉപ്പാപ്പൻ്റെ ഒരു കൃഷ്ണ ഉണ്ടായിരുന്നു. ഉപ്പാപ്പൻ്റെ അളിയൻ്റെ കൃഷ്ണനിലായിരുന്നു. അവിടുന്ന് പണി പഠിച്ച് ഞാൻ അവിടുന്ന് അല്ലമിൻ എന്ന് പറഞ്ഞൊരു കമ്പനിക്കാരുടെ വണ്ടിയെ കയറിയായിരുന്നു. അവിടെ ഓടിച്ചിട്ട് പിന്നെ ഈ നാട്ടിൽ വന്ന് പിന്നെ ഇവിടെ കിടന്ന് ഓടി. ഇപ്പൊ എത്ര ആളായി ഇപ്പൊ സ്വന്തമായിട്ടൊരു വണ്ടി എടുത്തിട്ട്? ഇപ്പൊ സ്വന്തമായിട്ട് എടുത്തിട്ട് 7 വർഷം കഴിഞ്ഞു. 7 വർഷം കഴിഞ്ഞു. മുമ്പ് വാടകയ്ക്കൊക്കെ എടുത്ത് ഓടിയായിരുന്നു. ഇതിപ്പോ സ്വന്തമായിട്ട് ഇപ്പൊ 2 വണ്ടിയുണ്ട്, 2 കിറ്റാച്ചികളുണ്ട്. ഇതെല്ലാം വേറെ 2 കിറ്റാച്ചി ഉണ്ട്. ചെറിയ വണ്ടിയാണ്. ചെറിയ വണ്ടിയുണ്ട്, പ്ലക്കർ കൂട്ടിയുള്ള വണ്ടിയുണ്ട്. ഈ തടിപ്പണിയുടെ പരിപാടിയൊക്കെ ആയിട്ട് പ്ലക്കർ കൂട്ടിയുള്ള JCB ഓർമ്മേ ഉള്ളൂ. ഇതിന്റെ ആദ്യ കാലത്തെ ചേട്ടൻ ഇപ്പം കയറിക്കൊണ്ടിരുന്ന അതിന്റെ ഒരു വരുമാനം, ഒരു ദിവസ വരുമാനം എങ്ങനെയായിരുന്നു ചേട്ടന് കിട്ടിക്കൊണ്ടിരുന്നത്? ദിവസ വരുമാനം എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ ശമ്പളത്തിന് പോകുമ്പോൾ എനിക്ക് 1000 രൂപ 1200 രൂപയ്ക്കുള്ള വെക്കലായിരുന്നു ശമ്പളത്തിന്. ആദ്യം. ഇപ്പൊ ശമ്പളത്തിന് പോയാൽ നമുക്ക് ഒരു 3000 രൂപ ഇപ്പൊ ശമ്പളം. ഒരു ദിവസം 3000 രൂപ ഡ്രൈവർ പണിക്ക് പോലും ഓടിക്കാൻ പറ്റും. കിട്ടും. സ്വന്തം വണ്ടി അല്ലേ പോലും കിട്ടും. സ്വന്തം വണ്ടി അല്ലേ പോലും 3000 രൂപയ്ക്ക് കിട്ടും. 3000 രൂപയ്ക്ക് കുറയാതെ പണിയാം. സ്വന്തം ആകുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഡീസൽ ചെലവും കഴിഞ്ഞുള്ളത് നമുക്ക് കിട്ടുമല്ലോ. അന്നേരം നമുക്ക് എന്നാ ഒരു ഒപ്പിക്കാൻ പറ്റും? ഏകദേശം എന്നാ വെച്ചാൽ ഒരു മണിക്കൂർ ഡീസൽ ചെലവ് എല്ലാം ഒരു 10 മണിക്കൂർ ഓടുകയാണെങ്കിൽ നമ്മുടെ വാറ്റക്കാശ് കൂട്ടി 4 രൂപ 5 രൂപയ്ക്കൊക്കെ നമുക്ക് അതൊരു ഒപ്പിക്കാം. നമുക്ക് ബാറ്റക്കാശ് കൂട്ടി. ഇപ്പൊ മണിക്കൂറിന് നമ്മൾ മേടിക്കുന്നത്? മണിക്കൂറിന് 1400 രൂപ വെച്ചാൽ എല്ലാവരും മേടിക്കുന്നത്. നമ്മൾ ചിലപ്പം സ്വന്തമായിട്ട് ഒരു 100 രൂപയുടെ കുറച്ച് പോകും. അപ്പൊ അത് പ്ലസ് ബാറ്റക്കാശാണ് വരുന്നത്. അത് നമ്മളിപ്പം സ്വന്തമല്ലേ, സ്വന്തമായതുകൊണ്ട് ബാറ്റക്കാശ് എൻ്റെ വരുന്നില്ല. എന്നും കാണുന്ന ആൾക്കാർ തന്നെ വേണം നാളെ നമ്മൾ ഈ വണ്ടി വിളിക്കാൻ. അപ്പൊ അവരോട് നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ മുന്നോട്ട് വണ്ടി ഓടണ്ടേ. അതെ. അത് നമ്മളെ കൊണ്ട് വലിയ മസിൽ പിടിക്കാതെ നമ്മൾ കാര്യങ്ങളങ്ങ് പോകും. ആദ്യ കാലത്തെ വെച്ച് നോക്കുമ്പം വണ്ടികളുടെ ഇപ്പൊ എണ്ണം എങ്ങനെ ഇപ്പൊ നിലവിൽ ഇവിടെ? ആദ്യ കാലത്ത് അപൂർവം ഉള്ളായിരുന്നു വണ്ടി. വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു വണ്ടി വിളിക്കണമെങ്കിൽ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒരു വണ്ടി ഇപ്പം വിളിച്ച് മണിക്കൂറിനുള്ളിൽ വിളിച്ചാൽ തന്നെ വണ്ടി വരാൻ വണ്ടികളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പണിക്ക് ഒരു കുറവ് വരും, അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടോ? പണിക്ക് കുറവ് ഉണ്ടോന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ പണി കുറവിന്റെ വരത്തില്ല. എന്നാൽ പോലും നല്ല ഡ്രൈവർ ആണെങ്കിൽ അവനെ തേടിയെത്തും. ഇതിന്റെ അകത്ത് എക്സ്പീരിയൻസ് ആണ് കൂടുതൽ വണ്ടിയിൽ. എക്സ്പീരിയൻസ് അനുസരിച്ച് ആൾക്കാർ നോക്കി പണി അവന്റെ വൃത്തിയാണെന്ന് നോക്കി മാത്രമേ വണ്ടികൾ വിളിക്കുള്ളൂ. അല്ലാത്തവരെ അങ്ങനെ അധികം വിളിക്കാറില്ല. അവനെ ഒന്ന് വിളിച്ചാൽ അവർ പിന്നെ വിളിക്കാറില്ല. നല്ല ഓപ്പറേറ്റർ ആണെങ്കിൽ അവനെന്നും പണി മിക്കാറും കാണും. ഒരു ദിവസം നമ്മൾ എത്ര മണിക്കൂർ നമുക്ക് പണി വരുന്നത്? ഞാൻ എന്നാ കാണിച്ചാലും നമുക്കൊരു ആവറേജ് ഒരു 8 മണിക്കൂർ. ഞാൻ ഓടിക്കാറിന് 10-12 മണിക്കൂർ വരുന്ന ഓടിക്കും. നമ്മുടെ സ്വന്തമല്ലേ, വേറെ സമയമൊന്നും നമ്മൾ നോക്കാറില്ല. അങ്ങനെ നോക്കാറില്ല. വീട്ടിൽ പോകുന്ന സമയം നമ്മൾ നോക്കില്ല. നമ്മളെ ഒരു സൈഡിൽ തീർക്കാനാണെങ്കിൽ 10 മണിക്കൂറും 12 മണിക്കൂറും നീന്തും ഓടിക്കും. ചേട്ടാ ഇപ്പൊ ഈ വണ്ടി വരുന്നത്, ഇപ്പൊ പുതിയ വണ്ടി വരുന്നത് സെൻസർ വണ്ടിയാന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇതിപ്പോ സെൻസർ ആണോ? ഇത് അല്ല, നമ്മുടെ സെൻസർ അല്ല. ഇപ്പൊ നമുക്ക് സാധാ ഒരു മെക്കാനിക്കൽ പോലും ഈ വണ്ടി നമുക്ക് നന്നാക്കി എടുത്തുകൊണ്ട് പോകാൻ പറ്റും. മറ്റേ സെൻസറിന് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അവരുടെ കമ്പനിയിൽ നിന്ന് ആൾ വന്നാൽ അല്ലാതെ നമുക്ക് ഇത് ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കംപ്ലൈൻറ്റ് തന്നെ പരിഹരിക്കാൻ പറ്റത്തില്ല. ഇതിപ്പോൾ എനിക്കാണെങ്കിൽ പോലും ഇതിന്റെ കംപ്ലൈന്റ് എന്നതാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മറ്റേ സെൻസറിന്റെ കംപ്ലൈന്റ് നമുക്ക് കമ്പനിക്കാർ വരാൻ അതിന്റെ ലോക്ക് ഒന്നും അഴിക്കാൻ പറ്റത്തില്ല. ലോക്കായി പോകും. പിന്നെ കമ്പനിക്കാർ കമ്പ്യൂട്ടർ വന്ന് അതിന്റെ ഇത് കുത്തി എല്ലാം സെറ്റ് ആയാലും. ഈ സെൻസർ വണ്ടി എന്ന് പറഞ്ഞാൽ പുതിയ വണ്ടി വരുന്ന കുറച്ചും കൂടെ ഈ പഴയ വണ്ടി വെച്ച് ലോഡ് പിടിക്കാൻ പാടാ, വെയിറ്റ് ഉള്ള സാധനം പിടിക്കാൻ പാടാന്നൊക്കെ. വെയിറ്റ് പിടിക്കാൻ പാടാണ്. വണ്ടിയുടെ ബോഡി വെയിറ്റ് എല്ലാം ഇച്ചിരി കുറച്ചിട്ടുണ്ട് എല്ലാ സാധനത്തിന്റെയും. അപ്പൊ കമ്പനിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഇത് വെച്ചിട്ടാണ് അവര് ചെയ്യുന്നത്. അപ്പോൾ ഒരു വണ്ടി പുതിയത് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കമ്പനി അതിനെക്കുറിച്ച് പഠിക്കുന്നത് തന്നെ ഒരു വ്യക്തിയുടെ കൈ കൊടുത്ത് അതിനെന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ വന്ന് പരിഹരിച്ച് അടുത്ത പുതിയ മോഡൽ വണ്ടി ഇറക്കുമ്പോൾ അത് പരിഹരിച്ച് ഇറക്കുള്ളൂ അവർ. അന്നേരത്തേനും ഈ 2011 ഇവരുടെ കിർലോസ്കർ എഞ്ചിൻ മാറിയിട്ട് 2010 വരെ കിർലോസ്കർ എഞ്ചിനായിരുന്നു. 2011 ആയപ്പോഴത്തേനും ഇവർ JCBയുടെ എഞ്ചിൻ ഇറക്കി കഴിഞ്ഞപ്പോൾ 2011 വണ്ടിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ 2011 വലിയ സെയിൽ കുറവായിരുന്നു.
എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫുൾ സെൻസർ ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം വരും. ഉണ്ട്. ഇപ്പം നമുക്ക് വാറണ്ടി പേരിൽ സെൻസർ ഏതെങ്കിലും പോയി കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ വിലയെന്ന് പറയുന്നത് നമുക്ക് താങ്ങാൻ പറ്റുന്ന വിലയൊന്നും. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ പുത്തൻ വണ്ടി എടുക്കാൻ നിൽക്കുന്നത്. ഈ വണ്ടിയെല്ലാം ഞാൻ കൊടുത്തിച്ച് പുതിയ വണ്ടി എടുക്കാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വണ്ടിയെക്കുറിച്ച് പഠിച്ചോണ്ടിരിക്കുക ഇപ്പം ഞാൻ. ഇപ്പൊ നമുക്കൊരു പുത്തൻ വണ്ടി എടുക്കാൻ എന്ത് ചെലവ് വരുന്നുണ്ട്? ഇപ്പം വണ്ടിക്ക് അവർ 41.5 AC വണ്ടിയാണ് 41.5 ലക്ഷം രൂപ ആവും. അപ്പം അന്ന് ഞാൻ ഈ വണ്ടി എടുക്കുമ്പോൾ എനിക്ക് 29.5 ലക്ഷം രൂപ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇപ്പം സെൻസറിൻ്റെ വെച്ചൊരു കൂടുതലാണ് വന്നേക്കുന്ന വണ്ടി വില. അതിൻ്റെതായിട്ടുള്ള നാട്ടിലിറങ്ങി അതിനുള്ള മെച്ചം കിട്ടത്തില്ല. അന്ന് ഞാൻ വണ്ടി എടുക്കുമ്പോൾ ഡീസൽ വില അന്ന് 65 രൂപയേ ഉള്ളൂ. ഇന്നിപ്പോൾ 95 രൂപ ഡീസൽ വില. അത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമുക്ക് ആ വണ്ടി എടുത്ത ആ വില വ്യത്യാസം നോക്കണം. 29.5 ലക്ഷം രൂപ ഈ വണ്ടി വില. അന്ന് വണ്ടി വില ഡീസൽ വില 65, ഇന്ന് ഡീസൽ വില 95, വണ്ടി വില 41. നമ്മൾ എത്ര രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടെന്നൊന്ന് ആലോചിക്കണം. ഡീസൽ ചെലവിന്റെയും വണ്ടി വിലയും കയറി പോവില്ലേ? വണ്ടി വിലയും നമ്മൾ അധ്വാനിക്കണ്ട പിന്നെയും ഉണ്ടാക്കണമില്ല. ഈ 29 പിന്നെ പൈസയുടെ മൂല്യമില്ല, അത് വേറൊരു കാര്യം. എന്നാലും നമുക്ക് പഴയത് തന്നെ എടുത്തിട്ട് കൈകാര്യം ചെയ്യുന്ന ഇപ്പൊ നമുക്ക് നേടാം. അപ്പൊ എന്നാലും നമുക്ക് ദിവസം ഒരു 5000 രൂപ അടുത്ത് നമുക്കൊരു ബാലൻസ് നമുക്ക് ഒപ്പിക്കാൻ പറ്റുന്നുണ്ട്. 10 മണിക്കൂർ പണിതാല് 10-11 മണിക്കൂർ പണിതാൽ നമുക്ക് ആ പൈസ ഒപ്പിക്കാൻ ബാറ്റ ഉൾപ്പെടെ നമുക്ക് ഒപ്പിക്കാം. ഇതിന്റെ അകത്ത് ഇപ്പൊ നിലവിലുള്ള ചേട്ടനും ബുദ്ധിമുട്ടുന്ന ഒരു പ്രതിസന്ധി എന്തായിരിക്കും? ഈ വണ്ടി റിപ്പയറിംഗിന്റെ കാര്യമാണ്. എന്താണ് നമുക്കൊരു പ്രശ്നം ഇതിനകത്ത് വേറെ ബുദ്ധിമുട്ടായിട്ടൊന്നും വന്നിട്ടില്ല. നിലവിലൊരു ബുദ്ധിമുട്ട് നമുക്ക് കാരണം പണി അറിയാലോ. എല്ലാ പണി ഉണ്ടെങ്കിലും നമുക്ക് നമ്മൾ തന്നെ ചെയ്യും. അത്യാവശ്യം നമുക്ക് ചെയ്യാവുന്ന പരിപാടിയൊക്കെ ഉള്ളൂ വരുന്ന. പിന്നെ ഓവർ പണിയൊക്കെ വരുവാണെങ്കിൽ ഈയിടെ അതിന്റെ പമ്പിന്റെ ഒരു ഡീസൽ പമ്പിന്റെ ഒരു ചെറിയ കംപ്ലൈന്റ് വന്നു. അത് അവര് വിളിച്ചു പറഞ്ഞാൽ അതിന്റെ നമ്മുടെ വണ്ടി നോക്കുന്ന ഒരാളുണ്ട്, മെയിൻ ഒരാൾ മെക്കാനിക്കലുണ്ട്. പുള്ളിയെ വിളിച്ച് വന്നു കഴിഞ്ഞാൽ പുള്ളി അത് അയച്ച് കൊടുത്തോളും. തൃശ്ശൂരായിരുന്നു അത് പമ്പ് നന്നാക്കാൻ കൊടുത്തത്. പമ്പ് നമ്മൾ ഇവിടുന്ന് കൊറിയർ വഴി അയച്ചു കൊടുത്താൽ അത് തിരിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ പിറ്റേ അവർ നന്നാക്കിയിട്ട് അതിന്റെ പിറ്റേ ദിവസം തിരിച്ച് ഇങ്ങോട്ട് തന്നെ അയക്കും. നമ്മൾ പൈസ അയച്ചു കൊടുത്താൽ മതി. അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താൽ അവർ സംഭവം ഇവിടെ അയക്കുന്നവൻ തന്നെ പിടിപ്പിച്ചു. ഒരു കുഴപ്പമില്ല, ആ കാര്യത്തിലൊക്കെ ഒരു കുഴപ്പമില്ല. ഇപ്പൊ ചേട്ടാ നമ്മളിവിടെ കപ്പയോടെ എടുത്തോണ്ടിരിക്കുകയാണല്ലോ. പണ്ടിപ്പം നമ്മൾ കപ്പയോടെ എടുക്കുന്ന കൈക്കായിരുന്നു നമ്മൾ എടുത്തോണ്ടിരിക്കുക. ആൾക്കാർ കൈക്ക് നിന്ന് എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം അതും ഇതും വെച്ച് നോക്കുമ്പം സാമ്പത്തികത്തിന്റെ ഒരു കാര്യം വെച്ച് നോക്കുമ്പം ഈ JCB ആണോ ലാഭം? JCB ആണ് പറമ്പുകാരന് ലാഭം. എന്താണെന്ന് വെച്ചാൽ മണ്ണ് കൂടുതൽ ഇളകി കിട്ടുകയും ചെയ്യും. ഉടല് നല്ല കറക്റ്റായിട്ട് എടുത്തും പോവാം. പിന്നെ ഒരാൾ ഒരു ദിവസം ചെയ്യുന്ന കൂടി 60 ഉടൽ കൂടുതലൊന്നും എടുക്കുക. ഇത് ഒരു മണിക്കൂറിൽ പിന്നെ 140 ഉടൽ വരെ എടുത്തു. ഒരു 140 ഉടൽ വരെ നമ്മൾ എടുക്കും. അപ്പോൾ ഒരു 140 ഉടൽ എടുക്കുമെന്ന് പറഞ്ഞാൽ എത്ര രൂപ മണിക്കൂറിനായെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി. അപ്പം ഏതാ ലാഭം? അപ്പൊ അത് തന്നെയല്ല, പള്ളം മൊത്തം തെളിച്ചല്ല പോകുന്നത്. മുഴുവൻ ക്ലിയർ ആയി പോകും. ക്ലിയർ ആയിട്ടാ പോകും. പിന്നെ സാധാരണ എടുക്കുന്നതിനൊക്കെ കൂടുതൽ വലിപ്പമുള്ള ഓടലും എടുക്കാം. പിന്നെ ഇട വെട്ടിക്കൂട്ടൊക്കെ ഒഴിവാക്കാം. രണ്ട് നാട്ടിൽ കൊടുത്താൽ ചുമ്മാ ഒന്ന് വളം തൂളി കൊടുത്താൽ മതി. പിന്നെ ഇട്ടില്ലേലും കുഴപ്പമില്ല. ഇത് വളമുള്ള മണ്ണാണ് ഇവിടുത്തെ. പ്രാവശ്യം ഞങ്ങൾ തന്നെയായിരുന്നു കപ്പയിട്ട് വളം കൂടിയിട്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നായിരുന്നു. ഈ പറമ്പിൽ ഞങ്ങൾ വളമിട്ട് കൊടുത്തിട്ട് കൂടിപ്പോയി. നമ്മളിപ്പോൾ കാർഷിക രംഗത്ത് ഇതിപ്പം കൂടുതലായിട്ടും എന്തൊക്കെ പരിപാടികൾക്കാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്? മെയിനായിട്ടും ഞാൻ എല്ലാ പരിപാടിയും പിടിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കൈത ഉണ്ടല്ലോ, കൈത പാർട്ടി ഉണ്ട്, 2-3 പേരുണ്ട്, അവരും ഉണ്ട്. നമ്മൾ പിന്നെ സ്വന്തമായിട്ടൊരു കൈത നമ്മൾ പിടിക്കുന്നുണ്ട്, സ്വന്തമായിട്ട് കപ്പ പിടിക്കുന്നുണ്ട്. ജോലി ചെയ്യാനില്ലാത്ത പറമ്പുകൾ നമ്മളെടുത്ത് സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എങ്ങനെ വന്നാലും നമുക്ക് പണിയണം. എന്നാലും ഞാൻ പിന്നെ തച്ചിന് ഒരാളെ നിർത്തും. ഞാനിപ്പോൾ വണ്ടി ഓടിക്കുവാണേലും ഒരാളെ തണ്ട് നടാനൊക്കെ ആയിട്ട് നിർത്തും. ഞാൻ എടുത്തേക്കുന്ന പറമ്പാണ്, നിർത്തും. അപ്പൊ ഈക്വലാവണ്ടേ? അല്ലെ എല്ലാവരും ആ ബാക്കി 5 പേര് പണിയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് കപ്പിട്ടോണ്ടിരുന്നിട്ട് കാര്യമില്ല. നാട്ടാനും കൂടെ ഒരാളാണ് ഈക്വലാവണം. ഒരാളെ ശമ്പളത്തിന് ഞാൻ നിർത്തും. എന്റെ പകരം ഒരാളെ അവിടെ കളത്തിനുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലും ആ ഒരു ശമ്പളത്തിലേ പോകുള്ളൂ. അപ്പൊ നമ്മൾ എന്താ കൃഷി അപ്പൊ ചേട്ടൻ ഇപ്പൊ നിലവിൽ ചെയ്തോണ്ടിരിക്കുന്നത്? 2 ഏക്കർ കൈതത്തോട്ടം ചെയ്തിട്ടുണ്ട്. അത് മരുന്ന് ഒഴിക്കാറായി വരുന്നു. കപ്പ ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഇട്ടു. വലിയ കുഴപ്പമൊന്നുമില്ല. കപ്പ ഇട്ടു. ഈ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ഇപ്പം ഈ പ്രാവശ്യം ഇനി 2 ഏക്കറും കൂടെ വേറെ പിടിച്ചിട്ടുണ്ട്. അത് തുടങ്ങണം. കപ്പ തന്നെ ഇടാനാ? അത് മറ്റേ വണ്ടിയാണ് പണിയുന്നത്. പ്ലക്കർ വണ്ടിയാണ് പണിയുന്നത്. അതുകൊണ്ടായിട്ട് പിന്നെ അത് ഇപ്പം ഈ JCB കൊണ്ട് തന്നെ കാർഷിക ജീവിതത്തിലേക്കും കാർഷിക മേഖലയിലേക്കും നമ്മളിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇറങ്ങും, അല്ലാതെ നമുക്ക് തന്നെ ചുമ്മായിട്ടോണ്ടിരുന്നൊരു കാര്യമില്ല. നമുക്കിപ്പം ഏതായാലും വണ്ടി വീട്ടിൽ കിടന്നിട്ട് കാര്യമില്ല. നമ്മൾ ഇത് കപ്പയിട്ട 10-15 മാസം കഴിയുമ്പം അപ്പം നമുക്ക് ചെറിയ ആദായമായാലും അത് കിട്ടൂല. പണിയുന്നത് അവിടെ ഊരി പോരൂല. നമ്മൾ ഒരു ദിവസം കളയാൻ എളുപ്പമുണ്ട്, അത് തിരിച്ചു പിടിക്കാം. അപ്പൊ നമ്മൾ ഈ പാട്ടം എടുക്കുന്ന സ്ഥലം ഏകദേശം എന്ത് റേറ്റ് വിലക്കാണ് നമ്മൾ എടുക്കുന്നത്? നമ്മൾ ഒരു ഉടലിന് കണക്കാക്കി, ഉടലിനാണോ ഉടലിന് കണക്കാക്കി നമ്മൾ ഒരു 15 രൂപ മിനിമം പിടിക്കും. ഒരോടലിന് 15 രൂപ അങ്ങനെ കണക്കാക്കിയാ പിടിക്കും. ഒരേക്കറിനായിട്ടും പിടിക്കും. ഒരേക്കറിന് പിന്നെ 20,000 തൊട്ട് 30,000 രൂപ വരെ കൊടുക്കുന്നുണ്ട്. ആ സ്ഥലത്തിന് കിടപ്പനുസരിച്ച് നിരപ്പ് സ്ഥലമാണ് 30,000 വരെ കൊടുക്കും.
അപ്പം നമുക്ക് അതിനകത്തുള്ള ലാഭം മെച്ചം കൊണ്ട് ഇതെല്ലാം ചിലവും കഴിഞ്ഞ് JCB പണിയും കഴിഞ്ഞ് നമുക്ക് ന്യായമായിട്ടൊരു പൈസ ആകും. എന്നാലും നമുക്ക് എൻ്റെ നാട്ടിലെ നേട്ടം എന്താണെന്ന് വെച്ചാൽ ഈ ഇതിനകത്ത് കപ്പയുടെ ലാഭവും കിട്ടും, JCB പണിക്കൂലിയും കിട്ടും, ഇതെല്ലാം കിട്ടും. ഈ ഹിറ്റാച്ചി പോലുള്ള വണ്ടികൾ വന്നപ്പോഴത്തേനും നമുക്ക് JCB പണി ഇച്ചിരി കുറയോ അങ്ങനെ ഒരു സംഭവം അങ്ങനെ വന്നിട്ടില്ല. JCBതായിട്ടുള്ള ഒരു വർക്ക്, ഇതിൻ്റെ ഫ്രണ്ട് ബക്കറ്റും മണ്ണ് തള്ളിക്കളയാനും എല്ലാം സൗകര്യമുണ്ട്. മറ്റേത് കണ്ടവാന് ചെരുവുള്ള സ്ഥലങ്ങളിൽ ഹിറ്റാച്ചി എല്ലാവരും വിളിച്ചോണ്ടിരിക്കും. ഞാൻ ചെരുവുള്ള ഇതെല്ലാം സെയിം പണിയൊക്കെ തന്നെയാ, വലിയ വ്യത്യാസമില്ല. മറ്റേ ചെയ്യാൻ പോന്നു, ഇത് വേറെ പോകുന്നു. ഇത് JCB പണി നിരപ്പ് സ്ഥലങ്ങളും പിന്നെ കട്ടിങ്ങും ലെവലിങ്ങും പെരത്തറ എടുക്കുന്ന എല്ലാം JCB കൊണ്ടല്ലേ പറ്റുള്ളൂ. ഹിറ്റാച്ചി കൊണ്ട് അപൂർവ ആൾക്കാരെ വീട് വെക്കാനുള്ള ഫൗണ്ടേഷൻ വലിക്കും. അപ്പോൾ JCB എല്ലാവരും മിക്കാറുണ്ട്. ഇപ്പൊ ഈ മേഖലയിലേക്ക് പുതിയ പിള്ളേരുടെ കടന്നു കയറ്റാം അവരെങ്ങനെ പിള്ളേരൊക്കെ ഈ മേഖലയിലേക്ക് വരുന്നില്ലല്ലോ, അതല്ല വിഷയം. ഇപ്പൊ പണി പഠിക്കണമെന്ന് എല്ലാവർക്കും ചുമ്മാ ഉണ്ടാക്കണമെന്നല്ല താല്പര്യം. എല്ലാവരും പുതിയ സെറ്റിലേക്ക് വരുന്നില്ല, ഇതിലേക്ക് വരുന്നില്ല. ഇല്ല, ഞാൻ തന്നെ ഒത്തിരി പേരെ ഹെൽപ്പറായിട്ട് പണി പഠിക്കാൻ വേണ്ടി നോക്കിയതാ. പിള്ളേർക്ക് ഒരു 5000 രൂപ ഒരു ദിവസം ഒപ്പിക്കാന്ന് പറഞ്ഞാൽ അല്ല, അല്ലെങ്കിൽ 3000 ഒരു ദിവസം ഒപ്പിക്കാന്ന് പറഞ്ഞാൽ ചെറിയൊരു വരുമാനം അല്ലല്ലോ. ചെറിയ വരുമാനമല്ല. ഇപ്പൊ പിള്ളേരെല്ലാം ഞൊടുക്ക് ചെയ്ത് പണി, എല്ലാവരും വെയിൽ കൊള്ളാനും തയ്യാറാവുന്നില്ല, അധ്വാനിക്കാനും തയ്യാറാവുന്നില്ല. അപ്പം ഈ വണ്ടിയെ തന്നെ ഹെൽപ്പറായിട്ട് വിളിച്ചിട്ട് ഒരുത്തരും വരാൻ തയ്യാറ്. ഹെൽപ്പറായിട്ടാണെങ്കിൽ പോലും ഞാൻ 500 രൂപ വെച്ച് ഡെയിലി കൊടുക്കാന്ന് പറഞ്ഞാൽ പോലും വരുന്നില്ല. അതാണ് അതിൻ്റെ അകത്തൊരു ചിലവും കൊടുത്തേക്കാന്ന് പറഞ്ഞാൽ 500 രൂപ ചിലവും കൊടുത്തേക്കാന്ന്, ചിലവും കൊടുക്കും, ഉച്ചയ്ക്ക് വരുന്നില്ല. പണി പഠിക്കാൻ തയ്യാറല്ല. അപ്പൊ ഒരു ഹെൽപ്പറായിട്ടൊരു പയ്യൻ ഒരാളിപ്പോ കയറുവാണെങ്കിൽ എത്ര നാളെ കൊണ്ട് അവനിപ്പം ഒരു ഓപ്പറേറ്റർ ആയിട്ട് നല്ലതാണെങ്കിൽ ഒരു ഒരൊറ്റ സൈറ്റ് കിട്ടിയാൽ മതി പണി പഠിക്കാൻ. ഒരു സൈറ്റിൽ 2 മണിക്കൂർ പണിയുമ്പോഴത്തേനും പണി പഠിക്കാം. പിന്നെ ഒരു 6 മാസം ഇതിന്റെ പുറകിൽ നടക്കണം, വർഷമാക്കിയെല്ലാം പഠി. അല്ല ചുമ്മാ ഡ്രൈവറായിട്ട് കാര്യമില്ല. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ചെറിയ എണ്ണയിലും നമ്മൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് പഠിക്കണം. അല്ലാതെ നമ്മൾ ഇപ്പോൾ സൈറ്റിൽ ഒരു അക്കടി പറ്റി കിടന്നാൽ അത് നമ്മൾ പരിഹരിച്ച് ഇറങ്ങി പോകണം. അത് വേറൊരാളെ ആശ്രയിക്കാൻ പോയാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. പരാജയപ്പെട്ടെന്ന് കഴിഞ്ഞാൽ വേറൊരാളെ വരുന്നോളം വരെ നമ്മൾ നോക്കിയിരിക്കണം. പണി നടക്കില്ല. അപ്പോൾ ഓരോ അത്യാവശ്യം ഇതിന്റെ എന്തെങ്കിലും പൊടി അതൊക്കെ കഴിക്കാൻ നമുക്ക് തന്നെ അറിഞ്ഞിരിക്കണം. പണി അതിന് പുറകെ നടക്കണമെന്ന് പറയുന്നത്. ചേട്ടാ, നമ്മൾ ഈ വണ്ടി 1 മണിക്കൂർ ഓടുന്നതിന് നമുക്ക് എത്ര രൂപ ഡീസൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചിലവാകുന്നുണ്ട്? ഡീസൽ നമ്മുടെ ഈ കൈക്ക് വേണ്ടിയാണ് 5 ലിറ്റർ ഡീസൽ നമുക്കാവും 1 മണിക്കൂറിന്. മറ്റേ ഫ്രണ്ട് ബക്കറ്റ് നമ്മൾ ഡോസ് ചെയ്യുമ്പോഴാണ് ഫുൾ ആക്സിലേറ്റർ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് 6 ലിറ്റർ ഡീസൽ അവത്തലാവും ഫ്രണ്ട് ചെയ്ത് കഴിയുമ്പോൾ. അപ്പം നമുക്ക് എപ്പോഴും മൈലേജ് അത് നോക്കേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ ഒരു പണിയല്ല, അപ്പം കയറ്റി ഇറക്കമൊക്കെ വരും. ആ ഒരു ചിലവ് നമ്മൾ നോക്കണ്ട. ഡീസൽ പൊഴിച്ച് കഴിഞ്ഞാൽ ഒരു ആവറേജ് നമുക്കൊരു ഇത് കൂട്ടിയാൽ മതി വൈകുന്നേരം ആകുമ്പോഴത്തേനും. അത് ചിലവ് ഫ്രണ്ട് ബക്കറ്റിൻ്റെ ചെല്ലുമ്പോൾ ഇച്ചിരി കൂടി വരും. പിന്നെ ഇതിനെ സംബന്ധിച്ച ടയർ അതിൻ്റെ ചിലവെന്ന് പറഞ്ഞാൽ ടയർ നമുക്കൊരു 3000 മണിക്കൂർ താഴെ കിട്ടുള്ളൂ. നമുക്കൊരു 2500 മണിക്കൂർ. 3000 മണിക്കൂർ കൂടുതൽ കിട്ടത്തില്ല. 3000 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് എത്ര നാളെടുക്കും? അത് നമുക്ക് 1 വർഷം മിച്ചം കിട്ടും. ഒരു വർഷം ചിലപ്പോൾ ഒരു 1-2 മാസം കൂടെ കിട്ടുമായിരിക്കും. 1 വർഷം കഴിഞ്ഞ് 2-3 മാസം കൂടെ കിട്ടുമായിരിക്കും. എന്നാലും നമുക്ക് നല്ല കട്ട ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ച് എവിടെയെങ്കിലും കയറി പോകാൻ പറ്റുള്ളൂ. കാരണം അല്ലെ ചെറിയ തെന്നലുള്ളിടത്ത് നമുക്ക് കട്ടയില്ലെങ്കിൽ കയറാൻ പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് കട്ട ചെയ്യാൻ പറ്റും. പുത്തൻ ടയർ മേടിച്ചിട്ടിട്ട് ഇപ്പം 6 മാസം 7 മാസം കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു 4 മാസം എന്നാണെച്ചാലും നമുക്കൊരു 1 വർഷം കിട്ടും. അപ്പോൾ ഈ ടയറിന് ഇപ്പം എന്നാ വില വരുന്നത്? ആ ടയറിന് ഇപ്പം എൻമാർഫിൻ്റെ ആണ് 33,000 രൂപ ഒരു ടയറിന് 33 രൂപ. മറ്റേ ഫ്രണ്ട് ടയർ ആണെങ്കിൽ 10,000 രൂപ ആവുള്ളൂ. ഫ്രണ്ട് ടയർ 10 രൂപ ഒരു ടയറിനാവുന്നുണ്ടല്ലേ? ടയറിനാവുന്നുണ്ട്. അത് നമുക്കൊരു 1.5 കൊല്ലം കിടന്ന് ഓടുക. അതായത് 1.5 വർഷം നമുക്ക് ഓടി കിട്ടും. അതെ. പിന്നെ കട്ട് ചെയ്യുന്നു 1 പ്രാവശ്യം കൂടെ കട്ട് ചെയ്യാം ടയർ. പിന്നെ കൊള്ളുകയില്ല, പിന്നെ ടയർ ഉടഞ്ഞു പോകും. പിന്നെ കംപ്ലൈന്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ 1 പ്രാവശ്യം കൂടെ കട്ട് ചെയ്യാം. അല്ലെ പുത്തൻ ടയർ തന്നെ മേടിക്കുക. എല്ലാം കണക്കല്ലേ. ഇപ്പൊ ഈ 15,000 രൂപ ഒരു കട്ട ഒരെണ്ണം ചെയ്യുമ്പോൾ 15 രൂപ. ഇപ്പൊ 33,000 രൂപയല്ലോ പുത്തൻ ടയറിനാവുള്ളൂ. മേടിച്ചിട്ട് ഈ പണി കട്ട് ചെയ്ത് നമുക്ക് കട്ട് ചെയ്താൽ 1 വർഷം കൂടെ കിട്ടും. അതേ ഉള്ളൂ. അതിനകത്ത് നേട്ടം ഞാൻ 1 പ്രാവശ്യം കൂടെ കട്ട് ചെയ്യാം. നമുക്ക് കീറും പൊട്ടലൊന്നും ഇല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ 1 പ്രാവശ്യം കട്ട് ചെയ്തെടുക്കാം. JCB 4 വീലും 2 വീലും ഉണ്ടോ? ഉണ്ട്. ഫ്രണ്ടുള്ള വണ്ടിയുണ്ട്, 4 വീലിലും പിടിയുള്ളതുണ്ട്. അപ്പൊ അത് തന്നെ കയറ്റം വണ്ടിയിൽ കയറി പൊക്കോളും. അപ്പൊ അത് നമുക്ക് എടുക്കാൻ മോലാവത്തില്ല. ആ വണ്ടി റേറ്റും കൂടുതലുണ്ട്, ഡീസൽ ചെലവും കൂടുതലാണ്. അത് നമുക്ക് 7-8 ലിറ്റർ ഡീസൽ ചെലവും. ഇതിപ്പോ 5 ലിറ്റർ 8 ലിറ്റർ അത് ചെലവാകും. അപ്പൊ അത് നമുക്ക് മെയിൻറ്റെയിൻസ് ചെയ്ത് ഇപ്പൊ സൈറ്റിൽ ചെന്നാൽ ഏതായാലും വണ്ടി കാണിച്ച് JCB കണ്ടാലല്ല ഒരുപോലെ ഉള്ളൂ. ഫ്രണ്ട് ടയറിന് മാത്രമേ ഇത്തിരി വ്യത്യാസം വരുള്ളൂ. വേറെ എല്ലാം കണ്ടാൽ ഒരുപോലെ ഉള്ളൂ. 4x4 എന്ന ഒരു കേസേ വരുന്നുള്ളൂ.
വണ്ടി വിലവിലും വ്യത്യാസമുണ്ട്. പിന്നെ നമ്മളിത് സൈറ്റിൽ ചെന്നാലും എന്തായാലും JCBയുടെ ഓവറായിട്ടേ കിട്ടുള്ളൂ. ഓവറായിട്ട് ആയിട്ടുള്ള ഞാൻ അതുപോലെ തന്നെ ചോദിക്കാം, നമുക്കിപ്പം JCB 1 മണിക്കൂർ പണിത് അത് നമ്മളിപ്പോൾ കണക്ക് കൂട്ടുന്ന അതായത് എന്താ അത് ഇത്ര കൃത്യമായിട്ട് മീറ്റർ ഉണ്ടോ അതിൻ്റെ അകത്ത്? മീറ്റർ മണിക്കൂറാണ് നമ്മുടെ വണ്ടി ഓടുന്നത്. മണിക്കൂറിനാണ് ഓടുന്നത്. മണിക്കൂർ അത് മീറ്റർ ഓടുന്ന മണിക്കൂറാണ്. മറ്റേ കിലോമീറ്റർ മറ്റേ കാറും ജീപ്പൊക്കെ നമ്മൾ കിലോമീറ്ററല്ലേ ഓടുന്നത്. അതേ സെയിം മീറ്റർ തന്നെ ഇത് മണിക്കൂർ ഓടുന്നതേ ഉള്ളൂ. മണിക്കൂർ ഓടുന്നുള്ളൂ. ഓക്കെ ഓക്കെ. 1 മണിക്ക് നമ്മളത് എടുത്ത് ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എഞ്ചിൻ ഓൺ ആയാലും ആ സാധനം ഓടുകയുള്ളൂ. എഞ്ചിൻ ഓൺ ആക്കിയാൽ മാത്രമല്ല നമ്മൾ വഴി കൂടെ ഓടുന്ന സമയത്ത് അത് ഓടും. എഞ്ചിൻ സ്റ്റാർട്ട് ആയാലും ഓടും. വണ്ടി സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ഓടാൻ തുടങ്ങും. നമ്മൾ എങ്ങനെ പണിക്കൂലി മേടിക്കാം? സൈറ്റ് വന്ന് കഴിഞ്ഞിട്ടുള്ള പണിക്കൂലി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ റീഡിങ് ഫോട്ടോ എടുക്കും. ക്ലോസ് ചെയ്യാൻ നേരത്തെ അതിന്റെ ഫോട്ടോ എടുത്ത് ക്ലോസ് ചെയ്യും. നമ്മൾ കറക്റ്റ് കൂട്ടുമ്പോൾ നമുക്കറിയാം 1 മണിക്കൂർ ഓടിയിട്ടുണ്ടോ. ഇതിന്റെ മറ്റേ ഓയിൽ ചേഞ്ചിങ് കാര്യങ്ങൾ അതൊക്കെ എങ്ങനെയാണ്? ഓയില് നമുക്ക് 500 മണിക്കൂറാണ് എഞ്ചിൻ ഓയിൽ മാറേണ്ടത്. ഇതിന്റെ ഗിയർ ഓയിലുണ്ട്, പിന്നെ ആസിഡ് ഓയിലുണ്ട്. അത് 1000 മണിക്കൂർ ആകുമ്പോഴത്തേനും അത് മാറണം. ആ 2 ഓയിൽ മാറണം. പിന്നെ ഹൈഡ്രോളിക് ഓയിൽ 3000 മണിക്കൂർ 4000 മണിക്കൂർ ആകുമ്പോൾ ഹൈഡ്രോളിക് ഓയിൽ മാറി കൊടുക്കണം. അതൊക്കെയാണ് ഈ വണ്ടിയുടെ ഇത്. അതൊക്കെ നമുക്ക് ഓട്ടത്തിന്റെ വരുന്ന അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓടി അത് മാറിയാൽ മതി. അത് കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. ഇതിനിപ്പം ചേട്ടന് ഇപ്പം ഓടിച്ചോണ്ടിരിക്കുക എന്തെങ്കിലും മറിയാവുന്നൊരു സാഹചര്യം, റിസ്കി ആയിട്ടുള്ള സാഹചര്യങ്ങൾ വല്ലതും ചേട്ടന് അങ്ങനെ സംഭവിക്കാൻ അറിയാവുന്ന ആളായതുകൊണ്ട് നമ്മളത് നോക്കില്ല പണിയുള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചേ പണിയാറുള്ളൂ. എന്നുവെച്ചാൽ കണ്ടമാനം ചെരുവിലൊക്കെ പോകുമ്പോൾ നമ്മൾ അതനുസരിച്ചേ പണിയുള്ളൂ. മറിച്ചിട്ട് ഇന്ന് വരെ ഒരു മറിച്ചിടിയിൽ ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. ഇല്ല, നമ്മൾ അത്രയും നാളും പുറകെ നടന്നവരെ പഠിച്ചിട്ടാണല്ലോ നമ്മൾ ഓപ്പറേറ്ററായിട്ട് ചെയ്തത്. അല്ല, ഈ പണിയൊക്കെ പഠിച്ചിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ചുമ്മാ ഓടിപ്പോയി ഒരു വണ്ടിയെ കയറുന്നവരൊക്കെയാണ്. വണ്ടി ഒത്തിരി അടുത്ത് മറിച്ചിടുന്നുണ്ട്, ആൾക്കാർ മറിച്ചിടുന്നവരൊക്കെ ഉണ്ട്. പുത്തൻ വണ്ടി വരെ മറിച്ചിട്ടവരുണ്ട്, നമുക്കറിയാവുന്നവരുണ്ട്. അങ്ങനെ ആൾക്കാർ അത് എക്സ്പീരിയൻസിൻ്റെ കുറവ് കൊണ്ട് പറ്റുന്നത്. എന്തായാലും കുത്തി ഇതൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് മറിയുന്ന വണ്ടിയാണ്. നമ്മൾ ഈ കൈ കുത്തി പൊക്കിയിട്ട് ബാലൻസ് പോയി കഴിഞ്ഞാൽ ഈ വണ്ടി പെട്ടെന്ന് മറിയും. അങ്ങനെ ആ ഫ്രണ്ട് ബക്കറ്റ് കറക്റ്റ് ലെവൽ അല്ലെങ്കിൽ മറിഞ്ഞു പോകും വണ്ടി കുത്തി പോകുമ്പോൾ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയോ? അതല്ല ലെവലേ ആയിരിക്കണം, നിരപ്പ് സ്ഥലമായിരിക്കും. അല്ലാത്തടത്ത് കുത്തിയിട്ട് ഇത് നമ്മൾ കുത്തി പൊക്കിയാൽ ചിലപ്പോൾ ആ ബക്കറ്റ് എങ്ങോട്ടാ ചെരിഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ നീക്കാൻ നേരത്ത് പെട്ടെന്ന് ആടി കഴിഞ്ഞാൽ മറിഞ്ഞു പോകും. മറിയാനും എളുപ്പമുണ്ട്. അപ്പൊ അത് ചിലപ്പോൾ എക്സ്പീരിയൻസോട് നമുക്കത് ഡ്രൈവറെ ചിലപ്പം ശ്രദ്ധ കൊണ്ടൊക്കെ വരാം. ഒത്തിരി പേരുണ്ട് ഫ്രണ്ട് ബക്കറ്റ് ചിലപ്പോൾ ഫ്രണ്ട് ബക്കറ്റ് പൊക്കി വെച്ച് മറന്നു പോകുന്ന ചിലപ്പോൾ കുറ്റി പറിക്കുമ്പോൾ കുറ്റി പറഞ്ഞു കഴിയുമ്പോഴത്തേനും വണ്ടി ചിലപ്പോൾ ഫ്രണ്ടിലോട്ട് പോകും. ഇവിടെ ഒരാൾക്ക് പറ്റിയിട്ടുണ്ടോ വണ്ടി? ശരി. ഇത് നമ്മുടെ AC ആണതാ? അല്ല, AC അല്ല, നോൺ AC. നമ്മൾ ഈ ചൂടത്ത് ചേട്ടൻ ഇത് ഭയങ്കര ചൂടല്ലേ ഇപ്പൊ? ഈ ചൂടത്ത് ചേട്ടൻ ഇതിപ്പോ എങ്ങനെ ഇരിക്കുന്നത്? അപ്പൊ ഇതിന്റെ വണ്ടിയുടെ എഞ്ചിന്റെ ഒരു ചൂടും കാര്യങ്ങളും ഉണ്ടാകാറില്ല. എഞ്ചിന്റെ ചൂടൊന്നും അകത്തോട്ട് വരാറില്ല. വെയിലിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മള് പണി വെയിൽ അങ്ങോട്ട് നമ്മളെ മേത്തോട്ട് അധികം അടിക്കാതെ നമ്മൾ നോക്കിയാൽ മതി. വേറെ ചൂടെന്നാ നമ്മള് പുറത്തുള്ള ചൂടിന്റെ അത്രയും വരത്തില്ല എന്തായാലും. പണിയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓവർ ചൂടാണെങ്കിൽ നമ്മളിപ്പോൾ സ്വന്തം വണ്ടി ആയതുകൊണ്ട് നമ്മൾ നിർത്തിയിട്ട് വീട്ടിൽ പോകും, എടുത്തോണ്ട് പോകും. പിറ്റേ ദിവസം വരും. അവിടെ ഇന്നിപ്പോ ഇത്ര നേരത്തെ വരാൻ നോക്കിയാൽ അതുകൊണ്ടാണ് രാവിലെ വന്ന് പണി തുടങ്ങുന്നത്. രാവിലെ നമുക്ക് ഉച്ചയാകുമ്പോഴത്തേനും കയറി പോകാലോ. ഒരു കണക്കുള്ളൂ. പിന്നെ ഇത്രയും സ്ഥലമല്ലേ ഉള്ളൂ. ചേട്ടാ, ഇതിന് മെയിൻ ആയിട്ടുള്ള വരുന്ന പണികൾ അതായത് എന്തെങ്കിലും മെക്കാനിക്കൽ പണികൾ വരുന്ന എന്നാ ഉള്ളത് ഏറ്റവും പൈസ മുടക്കം വരുന്ന പണികൾ? പണി അങ്ങനെ അധികം വരാറില്ല. നമ്മൾ ശ്രദ്ധിച്ച് ഓടിക്കുകയാണ്. ഓയിലും ഇതെല്ലാം കൂടെ കറക്റ്റ് സമയത്ത് മാറുകയാണ്. വേറെ പണികൾ അങ്ങനെ വരാറില്ല. പിന്നെ പഴകും തോറും ഒരുപാട് പഴകും തോറും ഉള്ള വിഷയങ്ങൾ വരും. വണ്ടിക്കായിട്ടുള്ള എല്ലാ സാധനത്തിനും തേയ്മാനം വരും. അത് നമ്മളിപ്പം ഒരു 10 വർഷം 12 വർഷമൊക്കെ ആകുമ്പോഴത്തേനും എല്ലാം നമ്മുടെ റാമ്പുകളെല്ലാം തേയാൻ തുടങ്ങും. അത് പിന്നെ പോളിഷ് ചെയ്ത് ഒന്നിടാം. അത് പിന്നെ കുറേ കാലം കൂടെ ഓടിക്കോളും. ഇത് വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ നമുക്ക് ഇഞ്ചിന്റെ ഭാഗത്ത് ഇഞ്ചിൻ ഓയിലൊക്കെ കറക്റ്റ് മാറി കൊടുത്താലൊന്നും പ്രശ്നമൊന്നുമില്ല. അവർ പറയുന്ന സമയത്ത് 500 മണിക്കൂർ മാറിയ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെയുള്ള പിന്നെ മെക്കാനിക്കലായിട്ടുള്ള വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ഈ വണ്ടി ഇപ്പം എത്ര കൊല്ലം എടുത്തിട്ടെന്ന് പറഞ്ഞാൽ? 7 വർഷമായി. 7 വർഷം. നമ്മളിപ്പം ഈ 29 രൂപയ്ക്ക് 29. ഇപ്പം ഇന്ന് ഇത് വെച്ചാൽ നമുക്ക് എന്നാ? ഇന്നിപ്പം വിറ്റാലും നമ്മൾ ഈ സെൻസർ നിൽക്കുന്നതുകൊണ്ട് ഈയിടെ എൻ്റെ വണ്ടിക്ക് വില വന്ന് പറഞ്ഞത് 23 രൂപ പറഞ്ഞിട്ടുണ്ട്. 23 രൂപ പറഞ്ഞിട്ടുണ്ട്. റെഡി ക്യാഷ് പറഞ്ഞ ഞാൻ കൊടുക്കുന്നില്ല, ഇപ്പം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കൊടുത്താൽ അതൊരു മണ്ടത്തരമാവോ? മണ്ടത്തരമാവും. ഉറപ്പല്ലേ? പഴയ വണ്ടിക്ക് അതുപോലെ ഡിമാൻഡ് ഉണ്ട്. 2019 2020 ഒക്കെ വണ്ടിക്ക് 21 വരെ ഡിമാൻഡ് ഉണ്ട്. സെൻസർ വണ്ടി ഇറങ്ങിയതിന്റെ പുറത്ത് ഡിമാൻഡ് ഉണ്ട്. അത് ഇപ്പം നമുക്കറിയാം. അതിൻ്റെ സെൻസർ ഓടിച്ചുകൊണ്ട് പോകുന്നതും ഇതായിട്ട് നമ്മളിപ്പോൾ കപ്പാട് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വണ്ടി വന്നിട്ടുണ്ട്. അവൻ പറഞ്ഞത് പിന്നെ AC-യോട് കൂടിയാണ് വന്നേക്കുന്ന വണ്ടി. വേറെ വലുബുദ്ധിമുട്ട് ഇത് കയറ്റമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഓയിൽ ഒരു കറക്റ്റ് അല്ലെങ്കിൽ അത് നിന്ന് പോകുന്നുണ്ട്. വണ്ടി നിന്ന് പോകും. സ്വിച്ച് ഉണ്ട്, വേറെ സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഓണാക്കി ഇട്ടിട്ട് പണിതാൽ അത് നീങ്ങുള്ളൂ. അല്ല നീങ്ങാലെന്ന് കേട്ടിട്ടുണ്ട്. അതിന് സെപ്പറേറ്റ്. അപ്പോൾ ഡീസൽ ചെലവിന് വേണ്ടി അവർ ആക്കിയേക്കുന്ന കൂടുതൽ പിടിച്ച് കത്തിക്കാതിരിക്കാൻ വേണ്ടി അത് നമുക്ക് ഒരാഴ്ചയിലേക്ക് വരും.
രണ്ട് ഇതല്ല സ്വിച്ച് എപ്പോഴും ഇത് കംപ്ലൈൻ്റ് ആയി മാറി വരും ചേട്ടാ. ഇതിപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടല്ലോ, പിള്ളേരൊക്കെ ഈ JCB ഉണ്ടാവും ഞാൻ അവർ ഭയങ്കര ഇഷ്ടമാണ്. അവർ വീട്ടിലൊക്കെ ആണെങ്കിൽ കളിക്കാനൊക്കെ ആണെങ്കിൽ ഒത്തിരി JCB ഒക്കെ ഇട്ട് കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ കാരണം ചേട്ടൻ എന്നാ കാണുന്നത്? എൻ്റെ ചെറുപ്പത്തിൽ ഞാനും ഇതിൻ്റെ പുറകെ നടന്ന ഇത് പഠിക്കാൻ നമുക്ക് അന്ന് ഇത് ഓടിച്ചുകൊണ്ട് നടക്കുന്ന സ്വന്തമാവുന്നൊന്നും നമുക്കിത് അറിയത്തില്ല. അന്ന് എൻ്റെ ചെറുപ്പത്തിൽ JCB പണിയാൻ പോകുമ്പോൾ പണിയാൻ പഠിത്തം വരെ നിർത്തി വെച്ചിട്ട് പോയിട്ടുണ്ട്. JCBയുടെ പണിയാണ്. അതുപോലെ പിള്ളേർക്ക് ഇതിൻ്റെ ഒരു ഹരം എന്ന് വെച്ചാൽ കാറേ കയറുന്ന പോലെയല്ല. എന്നും പിള്ളേരുടെ മുറ്റത്ത് നിന്ന് കാറോ ബൈക്കോ എല്ലാം കാണും. അവർക്ക് അതിനോടെല്ലാം ഇപ്പം കാണത്തില്ല. JCB എന്ന് പറഞ്ഞാൽ ഒരു അഭ്യാസ പ്രകടനമായിട്ട് നടക്കും. പിള്ളേരുടെ മനസ്സിലെപ്പോഴും അതൊരു ഹരമായിട്ട് കയറും. അത് JCB ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതുപോലെ ഓടിക്കും. അല്ലെങ്കിൽ അതുപോലെ പിള്ളേരുടെ കമ്പമാണ് JCBയുടെ പിള്ളേർക്ക് കൂടുതൽ ഓടാൻ നല്ല കാരണം. അതിപ്പം നമ്മളിപ്പോ നമ്മളെ ചേട്ടനൊക്കെ ചെറിയ സൈറ്റിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവരെ വീട്ടിലെ പിള്ളേരൊക്കെ അവരിറങ്ങി വന്ന വണ്ടി കയറും. ചില ഓടിക്കാൻ ചോദിക്കും. പിള്ളേർ കുഞ്ഞു പിള്ളേർ ചോദിക്കും. അവര് കയറ്റി നിർത്തി ഞാൻ അത്യാവശ്യം ചിലരൊക്കെ ചെയ്യാറുണ്ട്. അത് അവരുടെ ആഗ്രഹമല്ലേ. പിന്നെ JCB ചെന്നാലത്തെ കയറാനും അതിന്റെ വർക്കുകളൊക്കെ ചെയ്യാനും ഒക്കെ അവർക്ക് ഉണ്ട്. ഓടിക്കാനും അപ്പൊ ചിലരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. ചില ചെയ്യാൻ മടി കയറി ചെയ്യുന്നവരുണ്ട്. ചേട്ടാ ഇതിപ്പോ നമ്മളിത് പറയുന്നത് ഇത് ഫ്രണ്ട് തുമ്പിക്കൈ അല്ലെങ്കിൽ ബാക്കി കൈ എന്നൊക്കെ പറയുന്നത്, ഇതിനെന്നാ ശരിക്കും ഇത് പറയുന്ന പേരൊക്കെ? ഇതിന്റെ രണ്ടായിട്ടാണ്. ഇത് ബൂമെന്ന് പറയും, മെയിൻ ബൂമെന്ന് പറയും. ഇത് ഇതിന്റെ സ്റ്റിക്ക്. അപ്പൊ അതിന്റെ ബാക്കി വരുന്നത് സ്റ്റിക്കായി വന്നിരിക്കുന്നതാണ് ബക്കറ്റ്. അപ്പം എല്ലാരും പെട്ടെന്ന് ചിലർ പറയും തുമ്പിക്കൈ എന്ന് പറയും, ചില ബാഗിലെ ബക്കറ്റ് എന്ന് പറയും. ബാഗ് ബക്കറ്റ് ഉപയോഗിക്കാൻ കുഴപ്പമില്ല. ബാഗിലെ ബക്കറ്റ് ഫ്രണ്ട് ബാഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഫ്രണ്ടാണ് മറ്റാണ് ഫ്രണ്ട് വരുന്നത്. അതാ ഫ്രണ്ട്. അപ്പൊ ഫ്രണ്ടിൽ അതിന് പറഞ്ഞ് വരുന്നത് അത് ബക്കറ്റ് ഫ്രണ്ട് ലോഡർ എന്നാ പറയുന്നത്. ഫ്രണ്ട് ലോഡർ എന്നാ പറയുന്നത്. ഇതിന്റെ ചെലവെന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ. നമുക്ക് ഈ പല്ല് ഒന്ന് മാറി കൊടുക്കണം. നമുക്കൊരു 350 മണിക്കൂർക്കുള്ള ഒരു പല്ല് കിട്ടത്തില്ല. അപ്പൊ അതൊരു ചെലവെന്ന് പറഞ്ഞാൽ 6200 രൂപ ഒരു പല്ലിന് 5 പല്ല് സെറ്റിന്. അതേയുള്ള ഒരു ഇത്ര മണിക്കൂർ നമുക്ക് 400 മണിക്കൂർ വരെ കിട്ടും. സ്വന്തമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ചില കുറ്റിയൊക്കെ പറിക്കുമ്പോൾ വലിച്ചു ഒടിച്ച് കളയും. പറിക്കാൻ അറിയത്തില്ലാത്തൊരു ഒടിക്കും ഉറപ്പായിട്ടും. അപ്പൊ നമ്മൾ ഇങ്ങനെ തിക്കിയിട്ട് പിടിക്കരുത്. ഒത്തിരി ഇതുണ്ട്, ടീത്തൊടിയാതെ ആയിട്ട് വലിച്ചു പറിച്ചെടുക്കാം. ഇടയ്ക്ക് കല്ലിന്റെ ഇടയ്ക്കിലൊക്കെ തിക്കിയാൽ ഒടിഞ്ഞു പോകും. ഈ കാലിൽ ഇതെന്താ ഇതിന്റെ ഉപയോഗം? അത് സ്റ്റെബിലൈസർ ആണ്. കാലം നല്ല ഉപയോഗിക്കുന്ന സ്റ്റെബിലൈസർ എന്നാ പറയുന്നത്. കാലല്ല സ്റ്റെബിലൈസർ. സ്റ്റെബിലൈസർ എന്നാണ് അതിന്റെ. നമ്മളെല്ലാരും പറയും കാല അല്ലെങ്കിൽ കത്തി എന്നൊക്കെ ഉപയോഗിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. ഇതെന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത്? ഇത് നമ്മള് ടയറെ ലോഡ് വരരുത് പണിയുമ്പോ. അപ്പൊ നമ്മൾ ഇവത്തെ കുത്തി ടയറെ ലോഡ് വന്നിട്ട് ടയറെ ഒന്ന് പണിയാൻ പറ്റത്തില്ല. ചാട്ടം ഉണ്ടാവുകയും ചെയ്യും. മറ്റേ ആഴ്ചയിലുമായിട്ടുള്ള എല്ലാം ബന്ധമുണ്ടല്ലോ. നമുക്ക് ടയറെ ഒന്ന് ലോഡ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ലോഡ് കൊടുത്താലും പണിയാൻ പറ്റത്തില്ല. ഇങ്ങനെ ചാടിക്കൊണ്ട് നിൽക്കും. പിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ തന്നെ ഈ കൈ ഇത് ഉറപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ അവത്തേലോട്ടെ ലോഡ് വരുള്ളൂ. അപ്പൊ നമുക്ക് ലോഡ് നിന്ന് പണിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മള് താക്കുകയും ബുക്കുകയും ചെയ്യണം. അത് ഓടിക്കുമ്പോ ഒരു പിന്നെ ലോക്ക് ഉണ്ടാവും. ലോക്കാ മെയിനായിട്ടും എപ്പോഴും പോകുന്നു. അതേയുള്ള അതിൻ്റെ അതൊരു കംപ്ലൈൻറ്റ്. നമ്മൾ അറിയാം, ഓടിക്കുമ്പോൾ അറിയാം. അത് അവിടെ നോക്കുമ്പോൾ അതിന് തന്നെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അറിയാം. മൊത്തം കയറിയിട്ടില്ലെങ്കിൽ കാല് ആദ്യം പിന്നിശാലും തള്ളി എന്നുള്ളത് മനസ്സിലാവും. നമ്മൾ അവിടെ ഇരുന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും. എല്ലാവർക്കും ഒന്നും അറിയത്തില്ല. ചില ഊരി കഴിയുമ്പം പോയി ശ്രദ്ധിക്കാതെ വന്ന് കഴിയുമ്പോൾ പോകുന്ന ശ്രദ്ധിച്ചാൽ പോകത്തില്ല. നമ്മളിപ്പോൾ 1 മണിക്കൂറിനിടയ്ക്ക് നമ്മൾ ഇതിൻ്റെ അകത്ത് വിട്ടൊരു ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പിൽ ഇന്നർ മൊത്തം അകത്തോട്ട് കയറി വന്നില്ലെങ്കിൽ പിന്നെ തള്ളി എന്നുള്ളത് നമ്മൾ കൂട്ടിക്കണം. അന്നേരം നോക്കണം. അടിച്ചു കയറ്റി ലോക്ക് അന്നേരം ഇട്ടണം. ചേട്ടാ നമുക്ക് ഈ വണ്ടിയിലെ ആൾക്കാർ ഗ്രീസ് നമ്മൾ അടിക്കുന്ന കണ്ടിട്ടുണ്ട്. അത് നമുക്ക് മെയിൻ്റെ എല്ലാ ബുഷും പിന്നുക എല്ലാ ജോയിന്റുകളിലും. അപ്പോൾ ആ ബുഷും പിന്നിനും തേയ്മാനം വരരുത്. അതിന് നമ്മൾ ഗ്രീസ് ഇട്ട് കൊടുക്കാറുണ്ട്. ഗ്രീസ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മൾ പറയാൻ സൗണ്ട് കേൾക്കും. അതിൻ്റെ അകത്ത് ബുഷ് തേഞ്ഞു പോകും. പെട്ടെന്ന് നമുക്ക് ഗ്രീസൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറേ കൂടെ കിട്ടും. 1200 മണിക്കൂർ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് 500 മണിക്കൂർ പോലും കിട്ടത്തില്ല. ബോസ് എല്ലാം കൂടെ പോകും. അത് നല്ലൊരു എമൗണ്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം, കട്ട് ചെയ്യണം, പിന്നെ അത് മാറ്റാൻ പോകണം. വിഷയമാണ്. ഇന്നത്തെ കാലത്ത് +2 കഴിഞ്ഞോ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള പിള്ളേരോട് ചോദിച്ചാൽ അവർ മുന്നോട്ട് പഠിച്ച് ഏതായാലും പോകത്തില്ല. അവരോട് പണി പഠിക്കാനായിട്ട് വരാൻ ചോദിച്ച് അവർ വരാൻ തയ്യാറല്ല. അവർക്ക് ഇന്ന് കൈ തന്നെയാണ് മീനെ പിടിക്കാന്നുള്ളൊരു കാഴ്ചപ്പാടുകാരാണ് കൂടുതലും പിള്ളേർ. അതേസമയം നമ്മളെപ്പോലുള്ള ഈ പണിയൊക്കെ പഠിച്ച് 10,000 രൂപയ്ക്ക് പണിയാന്നുള്ളൊരു കണ്ടീഷനിൽ, അല്ല ഇപ്പോൾ കൂലിക്ക് ഓടിക്കാൻ പോയാൽ തന്നെ 3000 രൂപ നമുക്ക് കിട്ടും. അത് ഓടിച്ചാൽ തന്നെ അത്യാവശ്യം ഒരു കുടുംബം നല്ലപോലെ കഴിക്കാൻ പറ്റും. ചെറിയ പിള്ളേർക്കും വലിയ പിള്ളേർക്കും ആനയും JCB എന്നും ഒരു കമ്പം തന്നെയായിരിക്കും.
നമ്മളിപ്പോൾ ഒരു ആനെ കണ്ടാൽ നോക്കാത്ത ഒരു മനുഷ്യരുമില്ല. ആനെ കണ്ടാൽ നമ്മൾ നോക്കും. എല്ലാവരും ചെറുപ്പക്കാരായാലും ചെറിയ പിള്ളേർ തൊട്ട് വലിയവർ വരെ നോക്കി നിൽക്കും. അതുപോലെ JCBയുടെ പണി എവിടെയെങ്കിലും ഒരു JCB പണിയുന്ന കണ്ടു കഴിഞ്ഞാൽ നോക്കാത്തവരാരുമില്ല, എല്ലാവരും നോക്കും. ആ ഒരു കമ്പം JCBയോട് പിള്ളേർക്ക് തന്നെ പ്രത്യേകിച്ചുണ്ട്. കാരണം ഈ അഭ്യാസമൊക്കെ ഈ JCB കൊണ്ട് എനിക്കും ചെയ്യാൻ പറ്റും എന്ന പിള്ളേരുടെ മനസ്സിൽ തോന്നുന്നതുകൊണ്ടാണ് ഇന്ന് പിള്ളേർക്ക് JCB കമ്പം കൂടി വരുന്നത്.